യെസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. എൻ്റെ പേര് എന്നെന്ന് പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് ആൻഡു, സ്ഥലം തൃശ്ശൂരാണ്. നമുക്കറിയാം എല്ലാവർക്കും നല്ല രീതിയിൽ മിറാക്കിൾ മോർണിംഗിൽ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് ഓരോ ദിവസവും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഈ മിറാക്കിൾ മോർണിംഗ്. മിറാക്കിൾ മോർണിംഗിലൂടെ ഒരുപാട് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വ്യക്തികൾ ലൈഫിലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ മിറാക്കിൾ മോർണിംഗ്. അതോടൊപ്പം തന്നെ മിറാക്കിൾ മോർണിംഗിന്റെ രണ്ടാമത്തെ സെഷൻ എന്ന് പറഞ്ഞത് നമുക്ക് വിന്നിംഗ് ടീമിന്റെ ലീഡേഴ്സിൽ നിന്ന് ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ പകർന്ന് നമുക്ക് ലഭിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തന മേഖലയിലും നമ്മുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രണ്ടാമത്തെ സെഷനിൽ ഇന്ന് വരുന്ന വ്യക്തിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അവിടുന്ന് മൂവ് ഓൺ ചെയ്ത് ബാങ്കില് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് വിന്നിംഗ് ടീമും വെസ്റ്റേജുമായി അസോസിയേറ്റ് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ഈ ബിസിനസ്സിൽ ഒരു ഡബിൾ ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ള സുധീഷ് മാർനാടാണ്. അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മെന്റർഷിപ്പിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗൈഡൻസിലൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചതുള്ളത്. അതോടൊപ്പം തന്നെ ഭരതേട്ടന്റെ സപ്പോർട്ടൊക്കെയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കാൻ അവസരം കിട്ടിയതിന് ഞാൻ വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡേഴ്സിനോടും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ ഈ പാർട്ടിസിപ്പൻസിന്റെ എല്ലാവരുടെ പേരിലും പ്രത്യേകം സുധീഷ് സാറിനെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സുധീഷ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരോടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ആൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തെ CEP-യിൽ എടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ തക്ക രീതിയിലുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നുള്ളത്. ആൻഡ് ഞാൻ പറയും ഇതെൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കാണ്. മാത്രമല്ല, ഈ സബ്ജക്റ്റ് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു വലിയൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയാം. എന്തുകൊണ്ട്? നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പല കംപ്ലൈൻറ്റ് പറയാറുണ്ട്. എൻ്റെ കൂടെ ആൾക്കാർ വരുന്നില്ലല്ലോ, അതേപോലെ അവർ വന്നാൽ ബിസിനസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല. കൂടെ കുറേ പേരുണ്ട്, പക്ഷെ ആരും ആക്റ്റീവ് അല്ല, ആരും ബിസിനസ് ചെയ്യുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഇന്നത്തെ ഒരു സെഷൻ ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഒരു സിമ്പിൾ പ്രോഗ്രാം ആയിട്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു പ്ലാൻ പ്രസന്റേഷൻ, അല്ലെങ്കിൽ നിങ്ങളൊരു 10 പ്ലാൻ എടുത്താൽ മുമ്പ് 2 or 3 ജോയിനിങ് ആണ് തന്നിരുന്നെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഒരു 8-9 മാറ്റാനും അതിൽ ഒരു 6-7 പേര് ബിസിനസ്സിൽ ആക്റ്റീവ് ആവാനും തീർച്ചയായും സാധിക്കും, പ്രൊവൈഡഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ടോപ്പിക് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ. ഇന്ന് ഡെഫിനറ്റ്ലി ഷുവർ ആണ്, നമുക്ക് ബിസിനസ് ഓൾ ഓവർ കേരള, ഓൾ ഓവർ ഇന്ത്യ വളരെ പീക്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസത്തോടുകൂടി നിങ്ങളുടെ ബിസിനസ്സും പീക്കിലേക്ക് കുതിക്കാനുള്ള തയ്യാറെടുപ്പാണ് വിന്നിംഗ് ടീം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചിന്തിക്കാം, എന്തിന് ആൾക്കാർ നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യണം? മേ ബി അതിനേക്കാളും ഫ്രാങ്ക് ആയിട്ട് നമുക്ക് ചിന്തിക്കാം, എന്തിന് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ആൾക്കാരെ എന്തെങ്കിലും ചെയ്യുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തിനാണ് ഓരോരുത്തർ എന്തെങ്കിലും ചെയ്യുന്നത്? എന്തിനാണ് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്? പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊക്കെ വളരെ ഹെൽത്തിനും ആരോഗ്യത്തിനും ബ്യൂട്ടിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവൻ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള സിഗരറ്റ് പോലും, അല്ലെങ്കിൽ സിഗരറ്റോ മറ്റേതോ ആയിക്കോട്ടെ, എന്തുപോലും ആൾക്കാർ വളരെയധികം വാങ്ങിക്കുന്നു. അവർ സ്മോക്ക് ചെയ്യുന്നു. അവർ വാങ്ങിക്കുന്ന സമയത്ത് അവർക്കറിയാം ഇത് ഒരു വളരെ ദുർഗന്ധം വമിക്കുന്ന ഒന്നാണ്, ഇത് ശരീരത്തിന് ഹാനികരമാണ്, ഇത് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല.
ഇതൊക്കെ അറിയുമെങ്കിൽ പോലും ആൾക്കാർ സിഗരറ്റ് വാങ്ങിക്കുന്നുണ്ട്, സിഗരറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിഗരറ്റ് ഇത്രയധികം എങ്ങനെ സെല്ലാവുന്നു? പല ആൾക്കാരും പറയും ഇത് ഹാബിറ്റ് ആയതുകൊണ്ടാണ് ഇത് ആൾക്കാർ വലിക്കുന്നതെന്ന് പറയും. എങ്ങനെ ഹാബിറ്റായി? ഇപ്പോ ആദ്യം നിങ്ങൾ സിഗരറ്റിന്റെ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക. ഈ സിഗരറ്റിന്റെ പരസ്യത്തിൽ അവരൊരിക്കലും പറയുന്നില്ല ഞങ്ങൾ ഏറ്റവും നമ്പർ 1 ക്വാളിറ്റി പുകയില ടൊബാക്കോ ആണ് യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇതിന്റെ സ്മെല്ല് ഡിഫറെന്റ് ആണ്. സ്മെല്ല് ഒരിക്കലും ഡിഫറെന്റ് ആക്കാൻ സാധിക്കില്ല. പക്ഷെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും അഡ്വർടൈസ്മെന്റിൽ അവർ പറയുന്നില്ല. നിങ്ങൾ മിക്കവാറും സിഗരറ്റിന്റെ അഡ്വർടൈസ്മെന്റ് പണ്ടൊക്കെ വളരെയധികം വന്നിരുന്നു. പണ്ടത്തെ ശരിക്കും നല്ല രസമാണ്. കാരണം ടൊബാക്കോ ബാൻ ചെയ്ത് സിഗരറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ പരസ്യം ചെയ്യുന്നത് ബാൻ ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിലൊക്കെ ഇവരുടെ പരസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മേ ബി ഒരു ഹീറോ ഒരു കുതിരപ്പുറത്ത് വരുന്നു, അല്ലെങ്കിൽ വിമാനത്തിൽ വരുന്നു, എന്നിട്ട് ചാടി നായികയെ രക്ഷിക്കുന്നു. ഓക്കെ, നായികയെ രക്ഷിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? കയ്യിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്തിട്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നു. അപ്പോ ഇത് കാണുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സിഗരറ്റ് വലിക്കുമ്പോൾ നോയിങ്ലി ഒരു അൺനോയിങ്ലി അങ്ങേരും എന്താണ് ആ ഹീറോ ആയിട്ട് മാറുകയാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഒട്ടുമിക്ക അഡ്വർടൈസ്മെന്റും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ, ഐ മീൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുട്ടിക്കാലത്ത്, ഇപ്പൊ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് MRF ബാറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഫീൽ പ്രൗഡ് മൊമെന്റ് ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആയിരുന്നു. കാരണം അന്ന് എൻ്റെ ആരാധനാ പുരുഷൻ സച്ചിൻ ടെണ്ടുൽക്കർ, അന്നും ഇന്നും ഒക്കെ ആരാധന പുരുഷൻ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അപ്പൊ MRF ബാറ്റ് ഞാൻ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ ആയിട്ട് മാറുകയാണ്. ഈ ഒരു ഫീല്, ഇത് അക്രോസ് എവിടെ എന്ത് ബിസിനസ് നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഫീൽ ഉള്ളിടത്താണ് മാസീവ് ആയിട്ടുള്ള ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ മാർക്കറ്റിൽ മാരുതി ബെൻസ് 2 പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ മാരുതി ബെൻസും പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് മാരുതിയുടെ സെയിൽസ്മാൻ എന്താണ് പഠിപ്പിക്കുക? മാരുതിയുടെ സെയിൽസ്മാൻസിനെ അതിന്റെ ഫീച്ചേഴ്സ് പഠിപ്പിക്കും, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് പഠിപ്പിക്കും, അതിന്റെ മൈലേജ് പറയും, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കും. പക്ഷെ നിങ്ങൾ ബെൻസ് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ സെയിൽസ്മാൻ ഡീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ആൻഡ് സെക്കൻഡ്, അവര് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തരും. പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറിനെ പോലുള്ള ഒരാൾ തീർച്ചയായും ഓടിക്കേണ്ട കാറ് നമ്മുടെ ഇന്ന മോഡലാണ്, ബെൻസിന്റെ ഇന്ന മോഡലാണ്. സാർ ഒന്ന് ആലോചിച്ച് നോക്കുക. സാറ് ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാർ ഇപ്പോൾ ഈ കാറൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലുവൻസ് വളരെ വ്യത്യസ്തമായിരിക്കും. അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രീംസിനെ ആയിരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, ഫീച്ചേഴ്സിനേക്കാളും കൂടുതൽ. എന്ന് ബെൻസ് ഫീച്ചേഴ്സ് പറഞ്ഞ് വിൽക്കുന്നുവോ അവരുടെ സെയിൽസ് പകുതിയിൽ താഴെ പോകും. കാരണം എന്താ? സർവീസിന് 50,000 രൂപ, അല്ലെങ്കിൽ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ, EMI അടയ്ക്കുകയാണെങ്കിൽ ഇത്ര രൂപ എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പേടിക്കും. പക്ഷെ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? അവരെപ്പോഴും ഡ്രീംസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സൈഡ് നമ്മളിപ്പോൾ ഈവൻ പരസ്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലക്സ് ബനിയാന്റെ പരസ്യം കാണാം. വരുന്നു, ബനിയൻ ഇടുന്നു, ബോഡിയൊക്കെ കാണിക്കുന്നു, എന്നിട്ട് പറയും അന്തർ കി ബാത് കുച്ച് ഓർ എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട അതൊരു ഡിഫറെന്റാ. ഒരിക്കലും അവർ പറയുന്നില്ല ഇതിന് ഇന്ന കോട്ടൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ഫിറ്റിംഗ് ഇങ്ങനെയാണ്. അവര് പ്രൊഡക്റ്റിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഫീലാണ് ഷെയർ ചെയ്യുന്നത്. ഈവൻ റേസർ ആയിക്കോട്ടെ, A to Z എന്ത് സാധനം ശരിയായ രീതിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ നോക്കുക, അവർ യൂസ് ചെയ്യുന്ന ഒരു സൈക്കോളജി ഉണ്ട്. ഈ സൈക്കോളജി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവർ കസ്റ്റമറിന്റെ സൈക്കോളജി ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഏത് വ്യക്തിയാണോ അവരാണ് മാർക്കറ്റിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് നത്തിങ് ബട്ട് ഹാൻഡ്ലിംഗ് പീപ്പിൾ ഓൺ ദെയർ സൈക്കോളജി ആൻഡ് ഡീൽ ഹൗ ടു ഹെൽപ്പ് ദം ഇൻ ദെയർ ഡ്രീംസ്. നമ്മുടെ മുമ്പിലുള്ള വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ സൈക്കോളജി ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്ന ബിസിനസ്സാണ് നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ്. അപ്പോ ഇന്നത്തെ ടോപ്പിക് ശരിയായ രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ എങ്ങനെ ഒരു ശരിയായ രീതിയിൽ നമുക്ക് സക്സസ് ഈ പ്രൊജക്റ്റിലൂടെ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വെസ്റ്റീജിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ദിസ് ടോപ്പിക് ഇസ് നത്തിങ് ബട്ട് ഡ്രീം എക്സസൈസ്. എങ്ങനെയാണ് നമ്മുടെ മുമ്പുള്ള വ്യക്തിയെ ശരിയായ രീതിയിൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുക. എപ്പോഴും നിങ്ങളൊരു പ്രോസ്പെക്റ്റിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻ ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്ത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക അദ്ദേഹത്തിന് നിങ്ങളുടെ വീട്ടിലേക്കോ DLCPയിലേക്കോ കണക്ട് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവ് നിങ്ങൾ ഫാമിലി ആയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക് പോകുന്ന സമയത്ത് 2-3 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്,
അദ്ദേഹം ശരിയായിട്ടുള്ള പേഴ്സൺ അല്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബിസിനസ് നിർത്തി ഇറങ്ങിപ്പോകാം. സപ്പോസ് അദ്ദേഹം നിങ്ങളുടെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ നിർത്തി ഇറങ്ങി പോകാനുള്ള സാധ്യത എളുപ്പമല്ല. 2, നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ പ്രോസ്പെക്റ്റിന്റെ വീട്ടിലേക്ക് പോകുന്നത്, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിന്റെ ഫാമിലി സിറ്റുവേഷൻസ്, അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള നീഡ് എന്താണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത് അൺനോൺ ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട, നിങ്ങൾക്ക് വളരെയധികം അറിയുന്ന വ്യക്തിയായിട്ടാണെങ്കിൽ പോലും വൺസ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്ന അൺനോൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ ഡ്രീം എക്സസൈസ് എന്നുള്ള പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം അറിയാത്ത വ്യക്തിയുടെ ശരിയായിട്ട് രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കീ പ്രൊസീജിയറാണ് ഇതുള്ളത്. സോ നമുക്ക് ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്? ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഉടനെ തന്നെ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഫ്ലിപ്പ് ചാർട്ട് എടുക്കുന്നു, ബിസിനസിനെ പറ്റി ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തി മിക്കവാറും ഷോക്ക്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ, ഇതെന്താ പറ്റി, ഇതെന്താ നടക്കണേ എന്നുള്ളത് പോലും അറിയാൻ സാധിക്കില്ല. സോ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ പ്രോസ്പെക്റ്റിനെ അദ്ദേഹത്തിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്താനായിട്ട് സാധിക്കണം. വളരെ കംഫർട്ടബിൾ ആൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കണം. അതെങ്ങനെ സാധിക്കും? അദ്ദേഹത്തിനെ കംഫർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് തീർച്ചയായും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള, നിങ്ങളിപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നാൽ അദ്ദേഹം എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എളുപ്പമാണ്. അദ്ദേഹം ഒരു ചുമരിൽ ഒരു പടം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പടമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വളരെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. എപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, സത്യസന്ധമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുക. ഇല്ലാത്ത കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ നിന്നാൽ തീർച്ചയായും അത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം. നിങ്ങൾ പറയുന്നത് വളരെ ജെന്യൂൻ ആണ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ചെയ്യണം. നുണ പറയരുത്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു പെയിന്റിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പെയിന്റിങ്ങിന് പാഷൻ ഉണ്ട്, നിങ്ങൾ ചെല്ലുന്ന വീട്ടിൽ പെയിന്റിങ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സംസാരിക്കാം, ആ പെയിന്റിങ്ങിനെ പറ്റി സംസാരിക്കാം. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു കണക്ടിവിറ്റി ഫീൽ ചെയ്യും. ഓക്കെ, ഇതിലൊരു തമ്പ് റൂൾ ഉണ്ട്. ഇഫ് യു ലൈക്ക് തിങ്സ് വാട്ട് യുവർ പ്രോസ്പെക്ട് ലൈക്ക്, ദെൻ ഹി വിൽ ലൈക്ക് യു. നിങ്ങളുടെ പ്രോസ്പെക്റ്റിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹം നിങ്ങളെ ഇഷ്ടപ്പെടും. എക്സെപ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു ജോക്ക് ആണെങ്കിലും സീരിയസ് ആണ്, അദ്ദേഹത്തിന്റെ വൈഫ് അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടി ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും വളരെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ വളരെ താല്പര്യമുള്ള, അവർ വളരെ പാഷനേറ്റ് ആയിട്ട് അവരുടെ ഒരു ഹോട്ട് അല്ലെങ്കിൽ അവരെപ്പോഴും ചിന്തിക്കുന്ന കാര്യമായിരിക്കും അവരുടെ കുട്ടി. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി പറയാം, എനിക്ക് കുട്ടികളായിട്ട് ഡീൽ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എവിടെ ചെന്നാലും കുട്ടികളെ കണ്ടാൽ ഓട്ടോമാറ്റിക് കണക്റ്റഡ് ആവും. അദ്ദേഹം പ്രോസ്പെക്ട് ചെയ്യപ്പെടുമോ ഇല്ലയോ, ഓട്ടോമാറ്റിക് കണക്റ്റഡ് ആവും. അപ്പോൾ നിങ്ങൾ കുട്ടികളെ പറ്റി ചോദിക്കുകയും കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രീംസിനെ പറ്റി അല്ലെങ്കിൽ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവർ ഡോഗ്സിനെയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ ഡോഗി അല്ലെങ്കിൽ പട്ടിയെന്ന് വിളിക്കാൻ പറ്റില്ല, റെസ്പെക്റ്റോട് കൂടിയിട്ട് വേണം ഒരാൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ വിളിക്കാൻ. അപ്പോൾ ഡോഗി അല്ലെങ്കിൽ പേര് ചോദിക്കാം, ആ കുട്ടി അതിനെ കുറച്ചു നേരം ഒന്ന് കെയർ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ നടക്കും. അവരെ സംബന്ധിച്ചുള്ള ഒരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യും. നിങ്ങളുമായിട്ട് ഓട്ടോമാറ്റിക് ഒരു സംവാദത്തിലാണ്, നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ശ്രദ്ധിക്കുക, ഫീൽ കംഫർട്ടബിൾ. ഉടനെ ചെന്ന വഴിക്ക് ബിസിനസിനെ പറ്റി ഷെയർ ചെയ്യാണ്ടിരിക്കുക. തമ്പ് റൂൾ മനസ്സിലാക്കുക. ഇഫ് യു ലൈക്ക് വാട്ട് യുവർ പ്രോസ്പെക്ട് ലൈക്ക്, ദെൻ ഹി വിൽ ലൈക്ക് യു. അപ്പോൾ ആയതുകൊണ്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പ്രോസ്പെക്റ്റിനെ കംഫർട്ടായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, ഷെയർ ദ ഡ്രീം. ഇവിടെ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ എഫേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺസ് അദ്ദേഹം ഒരു കാം സ്റ്റേജിൽ വളരെ നല്ലൊരു ഈക്വൽ വേവ് ലെങ്ത്തിൽ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്ക് നേരിട്ട് ബിസിനസിനെ പറ്റി സംസാരിക്കാം. ബിസിനസ് പ്രസന്റേഷൻ അല്ല, വൈ എന്നുള്ള എലമെന്റ് ആണ് ഷെയർ ദ ഡ്രീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാലോ, ഞാനിവിടെ വന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കാനാണ്. ഞാൻ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്മുടെ CEO പ്രൊജക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസിനെ പറ്റിയിട്ടോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ആദ്യം നിങ്ങൾ ഷെയർ ചെയ്യാവുന്നത് ഞാൻ എന്തിന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾക്കറിയാം സമൂഹത്തിൽ വളരെയധികം ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇന്ന് നമുക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ ഡ്രീം നമുക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു കാംനെസ് ആണ്. അദ്ദേഹത്തിന് കണക്ടിവിറ്റി ഫീൽ ചെയ്യും. സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിലൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്രീം ഷെയർ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഷെയർ ചെയ്താൽ മാത്രമേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്രീം ഷെയർ ചെയ്യുകയുള്ളൂ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നിങ്ങളുടെ ഡ്രീം വളരെ ക്ലിയർ കട്ടായിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. ചെയ്യുന്ന സമയത്ത് അദ്ദേഹമായിട്ടൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തതിനു ശേഷം സ്റ്റാർട്ട് ഷെയറിങ് യുവർ ഡ്രീം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യത്തക്ക രീതിയിലായിരിക്കണം തീർച്ചയായും നിങ്ങളുടെ ആക്ടിവിറ്റി. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു, നിങ്ങളുടെ ഡ്രീംസ് അദ്ദേഹമായിട്ട് ഷെയർ ചെയ്തു. ഇപ്പോൾ ഞാൻ സാധാരണ ഇതിൽ പറയാറുണ്ട്, ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയും, ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. ബാങ്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചലഞ്ച് നിങ്ങൾക്കറിയാം, ഈ കണ്ടിന്യൂസ് ട്രാൻസ്ഫർ ആയിരുന്നു. ഫാമിലിയുടെ കൂടെ ശരിയായിട്ടുള്ള രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ആ നിൽക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ എന്നെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്തത്. ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാൻ പോയതെങ്കിലും അവിടെ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നെ വളരെ ഇൻട്രസ്റ്റ് ചെയ്തു. ഈ പ്രൊജക്റ്റ് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ലൈഫിൻ്റെ ഫുൾ കൺട്രോളും അവർ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇഷ്ടമുള്ള സമയത്ത് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടാണ്. നമ്മളൊരു മാർക്കറ്റിൽ കാണാത്ത ഒരു ഡിഫറെൻറ്റ് ആസ്പെക്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോയിന്റ്സ് എനിക്ക് ഇവിടെ കാണാനായി സാധിച്ചു. എന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി. അപ്പോൾ അദ്ദേഹം എന്താണ് ആ കാര്യം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ദെൻ വി ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 3, മേക്ക് ഹിം റിലേറ്റ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ ഫസ്റ്റ് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഡോക്ടർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം, എൻ്റെ പരിചയത്തിൽ ഡോക്ടേഴ്സ് ഉണ്ട്, ഞാൻ അവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരെപ്പോഴും പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും പക്ഷേ പലപ്പോഴും ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ അവർക്കും സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ പലപ്പോഴും ലൈഫിൽ കൺട്രോൾ ഇല്ല. കാരണം എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഓഫീസിൽ നിന്ന് വിളിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും ചെയ്യുന്ന ഈ ഒരു ടെൻസ്ഡ് ബേസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്താണോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പിലിരിക്കുന്ന വ്യക്തി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നേരിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ ജോലി എളുപ്പമല്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഈഗോ ഹേർട്ട് ചെയ്യും. അപ്പോൾ ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനേ പാടില്ല. തീർച്ചയായും അവ അവോയ്ഡ് ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് പാർട്ടി അപ്രോച്ചിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. തേർഡ് പാർട്ടി അപ്രോച്ച് എപ്പോഴും അദ്ദേഹത്തിന് ഒരു കണക്ടിവിറ്റി ഫീൽ ചെയ്യും, അദ്ദേഹത്തിന് ഒരു ഫീലിങ്സ് കൊണ്ടുവരും. എനിക്കറിയുന്ന ഒരു ഗവൺമെൻറ് എംപ്ലോയി ഉണ്ട്, അദ്ദേഹം ഇന്നൊരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സബ് രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി നടക്കുന്ന നിങ്ങൾക്കറിയാം പല സൊസൈറ്റികളൊക്കെ വളരെ ചലഞ്ച് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എപ്പോഴും ഫുൾ പ്രഷറാണ്. ഗവൺമെൻറ് എന്ത് പ്രോഗ്രാം കൊണ്ടുവന്നാലും അദ്ദേഹത്തിൻ്റെ തലയിൽ വളരെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ടെൻഷൻ അല്ലാത്തൊരു ഫേസിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വളരെ വിരളമാണ്. നിങ്ങളുടെ ജോബും എങ്ങനെയാണുള്ളത്? ഇതിപ്പോൾ ടെൻഷൻ ബേസ്ഡ് ആണോ അതോ ഹാപ്പി ആയിട്ടാണോ പോകുന്നത് എന്നുള്ള രീതിയിൽ ക്ലോസ്ഡ് എൻഡിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഓട്ടോമാറ്റിക് അദ്ദേഹത്തിൻ്റെ ജോബിലുള്ള ഇഷ്യൂസ് ഓപ്പൺ ചെയ്യാനായിട്ട് തുടങ്ങും. അദ്ദേഹത്തിന് ഈ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതില്ലാതെ നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കണക്ടിവിറ്റി ഫീൽ ചെയ്യില്ല. നമ്മൾ സംസാരിക്കുന്ന പ്രൊജക്റ്റ് അദ്ദേഹത്തിനോട് റിലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ പൊന്നുരുക്കുന്നത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്നുള്ള രീതിയിൽ അദ്ദേഹം കേട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എനർജി ടൈം വേസ്റ്റ് ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ ഡ്രീംസ് ഷെയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് അദ്ദേഹത്തെ പെയിൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു ടച്ച് തെറാപ്പി ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് സൈക്കോളജിസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പൊസിഷൻ വരുന്ന സമയത്ത് ഒരു സപ്പോസ് മേ ബി നിങ്ങൾ കൈ വെക്കുമ്പോൾ കൈയിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്ന് സാന്ത്വനിപ്പിക്കലായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് തോളത്ത് തട്ടലായിരിക്കാം. ഒരു ടച്ച് തെറാപ്പി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജെൻസ് ടു ജെൻസ് ആയിരിക്കണം, ലേഡീസ് ടു ലേഡീസ് ആയിരിക്കണം. മാത്രമല്ല ഒരു യാന്ത്രികമായിട്ട് തോന്നരുത്, വളരെ ആത്മാർത്ഥമായിട്ട് തോന്നണം. അങ്ങനത്തെ ചില അപ്രോച്ചുകൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം ഒരു റിലാക്സ്ഡ് ഫീലിംഗ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് സെയിം ടൈം എപ്പോഴും ശ്രദ്ധിക്കുക, ഐ കോണ്ടാക്ട് വളരെ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ പ്രോസ്പെക്റ്റിന്റെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ രണ്ടുപേരോടും ഐ കോണ്ടാക്ട് മാറി മാറി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. നിങ്ങൾ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഐ കോണ്ടാക്ട് ശരിയായ രീതിയിൽ നിങ്ങൾ ഐ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫെയ്ത്ത്, ബിലീഫ്, പാഷൻ അവ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നിങ്ങളുടെ ഫെയ്ത്ത്, ബിലീഫ്, പാഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടാതെ അദ്ദേഹത്തിന് ആ റിലേറ്റിവിറ്റിയാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ കണക്റ്റഡ് ആവാൻ സാധിക്കുന്നത് ഈ ബിലീഫും ഫെയ്ത്തും പാഷനും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ്. സോ മേക്ക് ഷുവർ ദാറ്റ്
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫാക്ടർ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ബിസിനസിനെ പറ്റി സംസാരിക്കുക, ജോലിനെ പറ്റി സംസാരിക്കുക, ഒരു തേർഡ് പാർട്ടി അപ്രോച്ചിലേക്ക് പോവുക. ദെൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ അദ്ദേഹത്തിന്റെ പെയിൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സപ്പോസ് അതാണ് ഫോർത്ത് സ്റ്റെപ്പ്, ഫൈൻഡ് ദ ഹോട്ട് ബട്ടൺ. ഫൈൻഡ് ദ ഹോട്ട് ബട്ടൺ. അദ്ദേഹത്തിന്റെ ലൈഫിലെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ചോദിക്കാം, നിങ്ങൾക്ക് ഈ ജോലിയുടെ കൂടെ എക്സ്ട്രാ എത്ര ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹരിച്ച് ഒരു 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 ഹാപ്പി ആയിട്ട് ലൈഫ് ജീവിക്കാൻ സാധിക്കും? നിങ്ങളുടെ എത്ര ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും? ഇവിടെ അദ്ദേഹത്തിന്റെ ഡ്രീംസ്, അദ്ദേഹത്തിന്റെ നീഡ് ക്ലിയർ കട്ടായിട്ട് ക്ലിസ്റ്റർ ക്ലിയർ ആക്കി കൊടുക്കാനാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. ഇത് അദ്ദേഹം ചെയ്തില്ലെങ്കിൽ ബിലീവ് മീ, ആ ഡിസ്കഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് നല്ലത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അദ്ദേഹത്തിന് പ്രൊസീഡ് ചെയ്യണം താല്പര്യമില്ല. ഇപ്പോൾ ബിസിനസ് നിങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് ബിസിനസ് എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്തോളണം എന്നുള്ളത് ഒരു ബുക്കിലും പറഞ്ഞിട്ടില്ല, ഒരു ലീഡർഷിപ്പും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ബിസിനസ് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ബിസിനസ്സിലേക്ക് വരേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളൊരു ഫീലാണ് അദ്ദേഹത്തിന് കിട്ടിയതെങ്കിൽ ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ടുള്ളത് എന്നുള്ള ആ തോട്ട് പ്രോസസ് വളരെ സ്ട്രോങ് ആയിരിക്കണം, അദ്ദേഹത്തിലും അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഉള്ളിലും. ഇപ്പൊ നിങ്ങൾ ഒരാളുടെ അടുത്ത് സപ്പോസ് ട്രെയിനിൽ വെച്ച് നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യുകയാണ്. മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇനീഷ്യേറ്റീവായിട്ട് പരിചയപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ ബിസിനസ് പറഞ്ഞിട്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം വഴി നിങ്ങൾക്ക് മെച്ചം കിട്ടാനാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ബിസിനസ് ഷെയർ ചെയ്യാൻ തന്നെ ഒരു മടി ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഒരു സ്ഥലത്ത് എഴുന്നേറ്റ് പോവുകയാണ്, അദ്ദേഹത്തിന്റെ പേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അതെ നിങ്ങളുടെ പേഴ്സ് അവിടെ ഇരിക്കുക കേട്ടോ എന്ന് നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് മടിയില്ല. കാരണം എന്താ? നിങ്ങൾ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു തോട്ട് പ്രോസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാക്കുക, നിങ്ങൾ ഒരാളുടെ അടുത്ത് ബിസിനസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ബിസിനസ്സിൽ വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ബിസിനസ് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഹോട്ട് ബട്ടൺ എത്ര നീഡാണ് അദ്ദേഹത്തിന് ഉള്ളത്, എന്താണ് അവരുടെ ലൈഫിൽ. കാരണം പല ആൾക്കാരും ഇത് ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കാനുള്ള മടി ഉണ്ടാവും. പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഈ ഒരു കംഫർട്ട് സോണിലുള്ള ആൾക്കാർ സംസാരിച്ചോളണം എന്നില്ല. അതേപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് ഒരു കണക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ടാവില്ല. തീർച്ചയായും ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് ബിസിനസ് അദ്ദേഹം ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ഷെയർ ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാവുന്നതാണ്. ഇവിടെ ഫാമിലി പ്രസൻസ് തീർച്ചയായും അദ്ദേഹത്തിന് കൂടുതൽ ഒരു കംഫർട്ടബിലിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാവും, കൂടുതൽ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. വൺസ് നിങ്ങളുടെ അദ്ദേഹത്തിന്റെ നീഡ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ നീഡിനെ പറ്റിയിട്ട് തന്നെ കൂടുതൽ ചോദിക്കുക. ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ വൈഫ് കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഹസ്ബൻഡ് ടു ഹസ്ബൻഡ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ സമയത്ത് അദ്ദേഹം ഒരു ഡ്രീം ഓപ്പൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് 2 സ്റ്റെപ്പിലും, സ്റ്റെപ്പ് 4 ഫൈൻഡ് ദ ഹോട്ട് ബട്ടണിലും സ്റ്റെപ്പ് 5 പ്രസ് ദ ഹോട്ട് ബട്ടണിലും നിങ്ങളുടെ വൈഫിനെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന് എപ്പോഴും ഡ്രീംസ് എലമെന്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പൊ സപ്പോസ് അദ്ദേഹം പറയുകയാണ് എനിക്കൊരു 50,000 ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും. എടുത്ത വഴിക്ക് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വൈഫിനടുത്ത് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ചോദിക്കാവുന്നതാണ്, അങ്ങനെയാണെങ്കിൽ ഒരു 50,000 കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെയാ ഫസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുക? അപ്പോൾ ഈ നിങ്ങൾ തുടക്കത്തിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ടൂറുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ടൂറുകളെ പറ്റി പറയുന്നുണ്ടാവും. ഈ വൈഫിനൊക്കെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഹസ്ബൻഡ് കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ താല്പര്യമുള്ള കാര്യങ്ങളാണ്. മേ ബി നമ്മൾ ജെൻസ് ചിലപ്പോൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലായിരിക്കാം, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രീമിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ലേഡി ടു ലേഡി തീർച്ചയായും നമുക്കത് വളരെ നല്ല രീതിയിൽ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രസ് ദ ഹോട്ട് ബട്ടൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീഡിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിലേക്ക് അവരുടെ കംപ്ലീറ്റ് ഫോക്കസ് കൊണ്ടുവരാൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്കില്ലാണ്. ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വരും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ട്രാവൽ ചെയ്യുന്ന സമയത്ത് മറ്റേ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അപ്പൊ ആ സമയത്ത് ഒരു പയ്യൻ അവിടെ വന്നു. ആ പയ്യൻ ഹിന്ദിയിലാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. കണ്ടറിയാൻ മലയാളിയാണ്, പക്ഷെ ഹിന്ദിയിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്.
ഞാൻ ഒരാളടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ നല്ല ഫ്ലുവന്റ് ഹിന്ദിയാണ്. ശരിക്ക് കേരളത്തിൽ അങ്ങനെ ഞാൻ കേട്ടതിൽ തന്നെ കുറവാണ്. അപ്രീഷിയേറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം ഉടനെ പറഞ്ഞു, യെസ്, ഞാൻ പല നോർത്ത് ഇന്ത്യയിലും ഗുജറാത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ടൈൽസിലെ സ്റ്റേറ്റ് ഹെഡ് ആണ്. ഒരു ടൈൽസ് കമ്പനിയുടെ സ്റ്റേറ്റ് ഹെഡ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്തു. വാവ്! ഇപ്പോൾ നിങ്ങൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു സ്റ്റേറ്റ് ഹെഡ് ആയിട്ട് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഡ്രീംസ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ചെറിയ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് ഹെഡ് എന്ന് പറഞ്ഞ പൊസിഷൻ മാത്രമേ ഉള്ളൂ. വേറെ മെച്ചങ്ങളൊന്നുമില്ല. ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക് എന്തായി? അദ്ദേഹം ഓപ്പൺ അപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചെറിയ കമ്പനി ആണെങ്കിലും, വീണ്ടും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു, ചെറിയ കമ്പനി ആണെങ്കിലും ഒരു സ്റ്റേറ്റ് ഹെഡ് എന്ന് പറഞ്ഞ പൊസിഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല, ഫുൾ സ്റ്റേറ്റ് ട്രാവൽ ചെയ്യണം, നല്ല വർക്ക് ലോഡാണ് എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ ഇതിൽ നിന്ന് വേറെ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല? അല്ലെങ്കിൽ ട്രാവൽ ചെയ്താൽ കുറച്ച് പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കൂടെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ലേ? അദ്ദേഹം വീണ്ടും പറഞ്ഞു, അങ്ങനെ സാധിക്കില്ല, എന്തായാലും കാണേണ്ടി വരും. കാരണം ഇനി അദ്ദേഹം ചില സമയത്ത് ഇത്തിരി പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയുണ്ട് കോമ്പറ്റീഷനൊക്കെ, എങ്ങനെ നിങ്ങൾ എത്രത്തോളം ബാധിക്കുന്നു? കാരണം ചെറിയ കമ്പനി ആണെന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല കോമ്പറ്റീഷനാണ്. സോ ഈ പ്രസ് ഹോട്ട് ബട്ടണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ പറയും, ഇത്രയും ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് തുടങ്ങണം എന്നാണ് ആഗ്രഹം, ടൈൽസിന്റെ തന്നെ ഒരു ഷോപ്പ് തുടങ്ങണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അത് കോമ്പറ്റീഷനെ എങ്ങനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും? അദ്ദേഹം പറഞ്ഞു, എളുപ്പമല്ല, കോമ്പറ്റീഷൻ സ്ട്രോങ് ആണ്. എന്നെ മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും നേരം സംസാരിച്ചില്ല, അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിച്ചാലേ ഞാൻ അദ്ദേഹത്തിനെ കുത്തി നോവിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കാനാണ് സാധിച്ചു. ഇങ്ങനെ ഏതൊരു വ്യക്തി കണ്ടാലും നിങ്ങൾക്ക് വളരെ ഫ്രാങ്ക് ആയിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ പെയിൻ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ബിസിനസ് എന്താണ്? അദ്ദേഹത്തിന്റെ പെയിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ രീതിയിൽ ലേഡീസ് ഒക്കെ ശരിക്കും ഇതിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഫാമിലി ആയിട്ട് ഈ ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ കൂടുതൽ ബിസിനസ്സും കണക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് തീർച്ചയായും ട്രാൻസ്ഫർ ദ ഫെയ്ത്ത്. നമുക്കിവിടെ ഫെയ്ത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഫെയ്ത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഞാൻ സീരിയസ് പ്രൊജക്റ്റിനാണ് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, ഞാൻ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കും. കാരണം എനിക്കറിയാം ഇതേപോലെ പെയിനുള്ള കുറേ പേര് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഫെയ്ത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസ് ഉപയോഗിക്കാവുന്നതാണ്. വിന്നിംഗ് ടീമിൻ്റെ നമ്പർ 1 ഫെയ്ത്ത് ടൂളാണ് പ്രൊഫൈൽ ഓഫ് സക്സസ്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതേ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികൾ വിജയിച്ചതായിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ബിലീവ് ചെയ്യാം. ആൻഡ് സെയിം ടൈം നിങ്ങൾക്ക് ചെയ്യാവുന്നത്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ സമയം എടുത്തിട്ടല്ല, കുറേ വലിയ വീഡിയോസ് നിങ്ങൾ കാണിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ബിലീഫ് ഫാക്ടർ, സക്സസ് കാണിച്ചു കൊടുത്ത് വിജയിച്ചുള്ള ആൾക്കാരെ സക്സസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് സെയിം ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ സക്സസ് പ്രൊഫൈലിൽ SP സാർ എപ്പോഴും പറയാറുണ്ട്, സിഗ്നേച്ചർ ഇടുക എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. നിങ്ങൾ ഇദ്ദേഹത്തെ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് സക്സസ് പ്രൊഫൈൽ കാണിക്കുന്ന ഫോട്ടോ. സപ്പോസ് നിങ്ങൾ കാണിക്കുന്ന ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ സപ്പോസ് ഒരു ബിസിനസ്മാൻ ആയിട്ടുള്ള ഇപ്പോൾ സുരേഷ് ഏട്ടൻ കോതമംഗലം സുരേഷ് ഏട്ടൻ്റെ പ്രൊഫൈൽ കാണിക്കുന്നു. ആ സക്സസ് പ്രൊഫൈൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ പറ്റി ഷെയർ ചെയ്യാം, അദ്ദേഹത്തിൻ്റെ സക്സസിനെ പറ്റി ഷെയർ ചെയ്യാം. ആൻഡ് സെയിം ടൈം നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങളുടെ ഒരു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോ ഈ സമയത്ത് കാണിക്കാം. ഇതേ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയുള്ള ഫോട്ടോ എടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സക്സസ് അല്ല അവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്, നിങ്ങളുടെ സക്സസ് ഇല്ലാതെ പോലും നിങ്ങൾക്ക് അവിടെ ഫെയ്ത്ത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ സ്റ്റോറിയിൽ ഞാൻ സംസാരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് റിലേറ്റ് ചെയ്ത കാര്യം, ഞാനും ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്, അതേപോലെ പല പെയ്ത്തും എനിക്കുണ്ടായിരുന്നു. ബട്ട് ഞാൻ ചെയ്തത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്തു. ഈ കണക്ട് ചെയ്ത സമയത്ത് ഇതിൽ വളരെ കോമൺ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർക്ക് പോലും സെൽഫായിട്ട് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് പലതും ഞാൻ കണ്ടു. അതിൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഞാൻ ടേക്കപ്പ് ചെയ്തു. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ജോബ് ഫ്രീ ആണ്. ആ രീതിയിൽ ഉടനെ സക്സസ് എനിക്ക് അവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, അവിടെ ഞാൻ തന്നെ നേരിട്ടുണ്ട്, എൻ്റെ സക്സസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സക്സസ് ഷെയർ ചെയ്തു. അതിൽ എൻ്റെ കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ബൈക്ക് ആയാലും, എൻ്റെ ബൈക്ക് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ബൈക്ക് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് വഴി ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും അതിനെപ്പറ്റി അറിയേണ്ടതാണ്. ഇവിടെ ഫെയ്ത്ത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ
ദെൻ നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഫെയ്ത്ത് ബിൽഡ് ചെയ്യുന്നത് ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ വളരെ ഈസിയാണ്, വളരെ കംഫർട്ടായിട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് യൂസ് ദ മാജിക് വേർഡ്. ഇവിടെ യൂസ് ദ മാജിക് വേർഡ്, ഇവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നമ്മൾ സീരിയസ് ആയിട്ട് ഈ സമയത്ത് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലെറ്റസ് ഡിസ്കസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോഴും പെട്ടെന്ന് നമ്മൾ ബിസിനസ് പ്രസന്റേഷനിലേക്ക് കടക്കുകയല്ല വേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പറയാവുന്ന അടുത്തൊരു 20 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊരു സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദയവ് ആ ഫോൺ ഒന്ന് സൈലന്റ് മോഡിലാക്കി വെക്കുക. നിങ്ങളുടെ ഫോൺ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് സൈലന്റ് മോഡാക്കി വെക്കുക, അദ്ദേഹത്തിന് ഒന്ന് സൈലന്റ് മോഡാക്കി വെക്കുക. സപ്പോസ് അവിടെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനടുത്ത് പറയാവുന്നതാണ്, ആ കുട്ടീനെ ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഹാൻഡിൽ ചെയ്യും. വൈഫിൻ്റെ കയ്യിൽ കുറച്ച് മിഠായിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് കൊടുത്തിട്ട് റിലേഷൻഷിപ്പ് ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ മാറ്റി നിർത്താവുന്നതാണ്. പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ പട്ടിക്കുട്ടിയെ മാറ്റി നിർത്താവുന്നതാണ്. ടി വി ഉണ്ടെങ്കിൽ പറയാം കുറച്ച് നേരത്തേക്ക് ഒന്ന് ടി വി ഒന്ന് ഓഫ് ചെയ്ത് വെക്കും. നിങ്ങൾ കയറി വന്ന ഉടനെ പറയാണ് ടി വി ഒന്ന് ഓഫ് ചെയ്യൂ, എനിക്ക് കാര്യം സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് ഫീൽ ചെയ്യാന്നുള്ള പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു പാറ്റേണിലൂടെ നമ്മൾ സൈക്കോളജിക്കലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അഡ്വാൻറ്റേജ് വരുന്നത്? അദ്ദേഹത്തിന് വളരെ കംഫർട്ടായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഓഫ് ചെയ്ത് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലിരിക്കും. എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നതിന് റിസൾട്ട് കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ തലയുടെ മോഡ് ബൗൺസ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായും ഈ ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും നമ്മളെ സമയത്ത്. ആൻഡ് സെയിം ടൈം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ബിസിനസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഡ്രീം, അദ്ദേഹത്തിന്റെ ഹോട്ട് ബട്ടൺ ആ പ്രസന്റേഷന്റെ മുകളിലൂടെ നന്നായി ഒഴുകണം. ഐ മീൻ എവിടെയാണോ അദ്ദേഹത്തിന് പെയിൻ എന്നുള്ള ഫീൽ ചെയ്തത് അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ബിസിനസ് പ്രസന്റ് ചെയ്യേണ്ടത്. ഞാൻ ബിസിനസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത് ടൈം, മണി, സെക്യൂരിറ്റി കൺസേണിലാണ്. ഒരാളുടെ ലൈഫിൽ സക്സസ് ആവാൻ ടൈം, മണി, സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണി, ടൈം, സെക്യൂരിറ്റി, ഹെൽത്ത്. ദെൻ അതിലേക്ക് കണക്ട് ചെയ്യുന്നത് ESBI 4 ക്വാഡ്രന്റിനെ പറ്റി സംസാരിക്കും. ഈ 4 ക്വാഡ്രന്റിൽ ബിസിനസ് ക്വാഡ്രന്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ടൈം ആൻഡ് എഫേർട്ടിനെ പറ്റി ഞാൻ സംസാരിക്കും. ഇതിനുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഞാൻ CEO സംസാരിക്കും. CEOയില് ഇതിൽ വരുന്ന 9 സ്റ്റെപ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതൊന്നും ഞാൻ അത്ര സ്പെസിഫൈ ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ സ്റ്റിക്ക് ഓൺ, അതിൽ അത്ര ഫോക്കസ് കൊടുക്കുന്നുണ്ടാവില്ല. ഞാൻ ഫോക്കസ് കൊടുക്കുന്ന എന്താണ്, എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ പെയിൻ എന്താണ്, അതിനുള്ള സൊല്യൂഷൻ എന്താണ്. അപ്പൊ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട്, എന്നാൽ വളരെ സിമ്പിൾ പ്രൊജക്റ്റ് ആയിട്ട് നമുക്കിത് സംസാരിക്കാനായിട്ട് സാധിക്കണം. നിങ്ങൾ ഒരു 6 പേരെ ബിസിനസ് ബിൽഡ് ചെയ്യുകയും അവരെ സംബന്ധിച്ച് അവർ ഇതേപോലെ ഒരു 4 ഡെപ്തിലേക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു 1 lakh ഇൻകം ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പ്രസന്റ് ചെയ്യുന്നത്. സോ ഈ മാജിക് വേർഡ് ഇവിടെ നമുക്ക് ബിസിനസ് പ്രസന്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാവുന്ന കുറച്ച് സ്പെഷ്യൽ മാജിക് വേർഡ് ഉണ്ട്. ബിസിനസ് പ്രസന്റ് ചെയ്തതിനു ശേഷം തീർച്ചയായും ഈ മാജിക് വേർഡ്സ് നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. കാരണം നമ്മൾ അദ്ദേഹത്തിനെ പ്രഷർ ചെയ്യുന്ന വേർഡായിട്ട് വരരുത്. എന്താണ് മാജിക് വേർഡ്? നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നതാണ്, ഡിസിഷൻ ഈസ് യുവേഴ്സ് ബട്ട് വി വിൽ ഹെൽപ്പ് യു ടു ടേക്ക് ദ ഡിസിഷൻ. തീരുമാനം നിങ്ങളുടേതാണ്, പക്ഷെ തീരുമാനം എടുക്കാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ഒരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യണം അദ്ദേഹത്തിന്. അതേ സമയത്ത് നമുക്ക് പറയാവുന്നതാണ്, നിങ്ങൾ എൻ്റെ ബ്രദർ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്നത് സജസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ വളരെ റിലേറ്റ് ചെയ്യാവുന്ന, വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയും എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് കണക്ട് ചെയ്യാനും കംഫർട്ടായിട്ട് ഒരു ഈസി ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും സാധിക്കും. വേറെ പറയാവുന്ന ഒരു മാജിക് വേർഡാണ് ഈ സമയത്ത്, ബിസിനസ് ഈസ് യുവേഴ്സ് ബട്ട് മീ ആൻഡ് മൈ ടീം വിൽ സപ്പോർട്ട് യു. ബിസിനസ് നിങ്ങളുടേതാണ്, പക്ഷെ ഞാനും എൻ്റെ എൻ്റയർ ടീമും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പം അദ്ദേഹത്തിന് ഒരു യെസ്, ഇത് വളരെ ഈസി ആയിട്ട് ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്, ആ രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കും. ഇത് പറയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്നത് ചെയ്യാനും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രസന്റേഷൻ ചെയ്തു അദ്ദേഹത്തെ ജോയിൻ ചെയ്യിപ്പിച്ചു, പിന്നെ യാതൊരു വിധത്തിലും കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ദയവീത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത് ദയവീത് പറയരുത്. അപ്പോൾ നമ്മൾ പറയുന്ന ആ വേർഡിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനും അത് പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറായിരിക്കണം. ഒരിക്കലും നിങ്ങൾ വെറുതെ വന്നാൽ മതി, നിങ്ങൾ കുറച്ച് ലീഡ്സ്, നിങ്ങൾ കുറച്ച് പേരുടെ കോൺടാക്ട്സ് തന്നാൽ മതി, ഞാനും എൻ്റെ ടീമും അത് കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്ത് കൊടുക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് വളരെ റോങ് ആയിട്ടുള്ള മെസ്സേജാണ്. ആ സമയത്ത് നിങ്ങൾ പറയുന്ന മെസ്സേജ് നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായും അദ്ദേഹം ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം ബിസിനസ്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, ശരിയായ രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അളന്നു കുറിച്ചിട്ടുള്ള വാക്കുകൾ, വാചകങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരണം. അറ്റ് ദ എൻഡ് നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് എന്താണ്?
ദ ബിസിനസ് ഇസ് വെരി ഈസി ആൻഡ് വി ആർ വിത്ത് യു. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലായിരിക്കണം നമ്മൾ മാജിക് വേർഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ അറ്റ് ദ എൻഡ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ബിസിനസ് ഇസ് വെരി ഈസി ആൻഡ് വി ആർ വിത്ത് യു. ആലോചിച്ച് നോക്കുക, ഈ ഒരു പ്രൊസീജിയറിലൂടെ പോകുന്ന സമയത്ത് ഇറ്റ്സ് ജസ്റ്റ് എ സ്കിൽ. ഇത് നമ്മൾ അദ്ദേഹത്തിന്റെ നീഡ് മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തിന് അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന കംഫർട്ടബിലിറ്റി നിങ്ങൾ നേരിട്ട് ബിസിനസ് പ്രസന്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ ദ ഫൈനൽ സ്റ്റെപ്പ് ഇസ് നത്തിങ് ബട്ട് മൂവ് ടുവേർഡ്സ് ദ ഡ്രീം. അദ്ദേഹത്തിന്റെ ഡ്രീമിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടേ നിങ്ങൾ ബിസിനസ് പ്രസന്റേഷൻ ക്ലോസ് ചെയ്യാവൂ. ഞാനവിടെ ഈസി ആയിട്ട് ചോദിക്കാറുണ്ട്, ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് ആയിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ പറഞ്ഞതിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നല്ലത് ഫീൽ ചെയ്തിട്ടുള്ളത്? എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് എവിടേക്കാണോ വേണ്ടത് ആ രീതിയിലേക്ക് വേണം നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിലൊക്കെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ തീർച്ചയായും തുടക്കത്തിൽ ഹോട്ട് ബട്ടൺ പ്രസ് ചെയ്ത പോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടാവും, യെസ് ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ സമയത്ത് ഇതിൽ റിസ്ക് ഇല്ല, ടെൻഷൻ ഇല്ല എന്നുള്ള പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കാം. എപ്പോഴും ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഏതൊരു വ്യക്തിയെ സംസാരിച്ചാലും അദ്ദേഹത്തിന് ഒരു 7 to 8 കാറ്റഗറീസ് ഓഫ് ഡൗട്ട്സേ ചോദിക്കുള്ളൂ. ടൈം പ്രശ്നം, പൈസയുടെ പ്രശ്നം, അല്ലെങ്കിൽ കോണ്ടാക്ട്സിന്റെ പ്രശ്നം, ഇതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള സംശയങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫീൽ ഫെൽറ്റ് ഫൗണ്ട് എന്നുള്ളൊരു ടെക്നോളജി തീർച്ചയായും യൂസ് ചെയ്യാം. ഒരു വ്യക്തി സംസാരിക്കുകയാണ്, അല്ല ഇതിപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം ഞാനും ഇതേ ഡൗട്ട് എനിക്കും വന്നിരുന്നു, ഇപ്പൊ എനിക്ക് ഫീൽ വന്നു, ഇതേ ഡൗട്ട് എനിക്കും വന്നു. ദെൻ ഞാൻ ഈ ബിസിനസിനെ പറ്റി സ്റ്റഡി ചെയ്ത സമയത്ത്, ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ സംസാരിച്ച സമയത്ത് അപ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്തു? ഇതിൽ ഇന്ന ആൾക്കാർ വിജയിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇന്നത് കണ്ടെത്തി, അപ്പോൾ എനിക്കും അവരെ പോലെ ജീവിക്കാൻ സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. ഫീൽ ഫെൽറ്റ് ഫൗണ്ട്, അത് അദ്ദേഹത്തിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ ഇത്ര സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഡെയിലി ഒരു 2 hours നിങ്ങൾക്ക് ഒരു 6 to 1 ഇയറിലേക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, 1 ലക്ഷം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ? പ്രൊഡക്റ്റ് എക്സ്പെൻസിനെ പറ്റി പറയുകയാണ്, അവിടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയാനായിട്ട് നിൽക്കേണ്ട സാധ്യതയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്. സെയിം ടൈം കമ്പയർ ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് ടു ബ്രാൻഡ് കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ബെൻസിനെയും മാരുതിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ബെൻസ് എക്സ്പെൻസീവ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അതിന്റെ ബ്രാൻഡ് ടു ബ്രാൻഡ് നിങ്ങൾക്ക് ബെൻസും BMW തമ്മിൽ കമ്പയർ ചെയ്യാം. സോ നിങ്ങൾ വെസ്റ്റീജ് പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്ന സമയത്ത് കമ്പയർ ചെയ്യുമ്പോൾ അത് മാർക്കറ്റിൽ ചെയ്യുന്ന ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ്, അതിന്റെ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ എക്സ്പെൻസീവ്, വളരെ ഇതാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. പല ഡൗട്ട് ഉണ്ടാവും, എനിക്ക് ആൾക്കാരെ കിട്ടുമോ, അതല്ലെങ്കിൽ ഇങ്ങനെ പല ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ആൾക്കാരെ കിട്ടുകയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ കോൺടാക്ട്സിൽ എത്ര പേരുണ്ട്? നമുക്ക് ഇതിലൊരു 1 lakh ഇൻകം ഉണ്ടാകണമെങ്കിൽ 6 പേരേ ഉള്ളൂ, 6 പേരെ ആവശ്യമുള്ളൂ. അതിന് ഞങ്ങൾ ഫുള്ളായിട്ട് ഞങ്ങളുടെ ടീം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ബിലീവ് എപ്പോഴും ഒരു മീറ്റിംഗ് നിർത്തേണ്ടത് അദ്ദേഹത്തിന്റെ കൂടെ അടുത്ത മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടേ ഒരു മീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ഈ സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്കൊരു 6 പേര് റിക്വയർമെന്റ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു 10 പേരെ ഇൻവൈറ്റ് ചെയ്തു. 10 പേരെ ഇൻവൈറ്റ് ചെയ്ത് തീർച്ചയായും വിളിക്കുക. കാരണം 10 പേരെ ഇൻവൈറ്റ് ചെയ്താൽ 5 പേരെ വരാൻ സാധ്യതയുള്ളൂ, കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് തിരക്കുണ്ടാവും. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ആ നെക്സ്റ്റ് മീറ്റിംഗ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു വേണ്ടിയിട്ട് വിന്നിംഗ് ടീമിന്റെ ഒട്ടനവധി ടേപ്പുകൾ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്, ബുക്കുകൾ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. വിന്നിംഗ് ടീമിന്റെ മലയാളത്തിനുള്ള ഏസ ബിസിനസ് കഹ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അടുത്ത 2 മണിക്കൂറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് ഹസ്ബൻഡ് ആൻഡ് വൈഫുമായിട്ട് ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രൊഡക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഹസ്ബൻഡിന്റെ അടുത്ത് മാത്രം സംസാരിച്ച് വൈഫിന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും കയറി ചെല്ലുമ്പോൾ അദ്ദേഹം അടുക്കളയ്ക്ക് കയറി ചൊല്ലുമല്ലോ, ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ചില സമയത്ത് വൈഫിന്റെ കമന്റ് നെഗറ്റീവ് ആണെങ്കിൽ അതോടുകൂടി ആ പ്രൊജക്ട് അവിടെ ഫ്ലോപ്പായി. പലപ്പോഴും റീസെന്റ് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ലേഡി വന്നു, ഞാൻ അവരുടെ അടുത്ത് ബിസിനസ് സംസാരിച്ചു, അവർ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സോറി എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ അടുത്തല്ല ഞാൻ സംസാരിച്ചത്. അതേ സമയത്ത് അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ബിസിനസ് പറഞ്ഞ ഉടനെ തന്നെ അവരുടെ ഫാമിലിയായിട്ട് സംസാരിക്കാനുള്ള അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്തിരുന്നെങ്കിൽ റിസൾട്ടേ വേറെ ആകുമായിരുന്നു.
അപ്പോൾ നമ്മളൊരു ബിസിനസ് പ്രസന്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള നെക്സ്റ്റ് 2 hours വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് അവരെ എൻഗേജ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ടൂൾസ് കൊടുത്തിരിക്കണം. ആസ് ആ ബിസിനസ് കഹ, ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് വളരെ ലോജിക്കൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്കാണ്. അത് മലയാളത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് അവരുടെ അടുത്ത് കൊടുത്തിട്ട് പോകാം. അറ്റ് സെയിം ടൈം പറയാം, ഇതെനിക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ചെയ്ത് എൻ്റെ കയ്യിലുള്ളൂ, എനിക്കിത് ആവശ്യമുണ്ട്, ഞാൻ ഇത്രാം തീയതി വന്നിട്ട് അത് വാങ്ങിക്കാം, അല്ലെങ്കിൽ നാളെ വന്നിട്ട് ഞാനത് വാങ്ങിക്കാം. തീർച്ചയായും അതിന് മുമ്പ് ഇത് വായിച്ചു തീർക്കണം. നിങ്ങൾക്കൊരു വീഡിയോ ഷെയർ ചെയ്യാം. സക്സസ് പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാർ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ചോദിക്കുക, ഇതൊന്ന് ഇന്ന് തന്നെ കണ്ടു തീർക്കുക. കാരണം എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്, നാളെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇത് കണ്ടു തീർത്തേ നന്നായിരിക്കും. ടൂൾസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരിക്കലും മടിക്കരുത്. കാരണം നിങ്ങളൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയിട്ട് അവിടെ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനും ഇഷ്ടമുള്ള 4-5 ഡ്രസ്സ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഏത് ഡ്രസ്സാണ് അവിടെ വാങ്ങിച്ചു വെക്കുക? നാട്ടുകാർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് നിങ്ങളോട് വാങ്ങിച്ചു വെക്കുക. അത് വാങ്ങിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റൈൽ ബിസിനസ് ഫ്ലോപ്പ് ആവും എന്നുള്ളത് ഉറപ്പാണ്. ദെൻ വെസ്റ്റീജും ബിസിനസ് അല്ലേ? ഇവിടെ നമ്മൾ വിന്നിങ് ടീമിന്റെ മാക്സിമം ടൂൾസ് വാങ്ങിച്ചു വെച്ച് അത് മാക്സിമം പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾ ഡെപ്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ ടീമിന്റെ താഴെകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടൂൾസ് ആര് കൊടുക്കണം? നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ടേക്ക് ചെയ്യുക. നിങ്ങളത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കണം, ഈശ്വര, ഈ എസ് ആ ബിസിനസ് 50 രൂപയുള്ള ഈ 50 രൂപ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എത്ര രൂപ പോകും? നിങ്ങൾ മേ ബി ഒരു 2000 രൂപ ചെലവഴിച്ചാലും അതിൽ നിന്ന് 2 പേര് കേട്ടോ, ഒരു വ്യക്തി സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബിലീവ് മീ, അതിൽ നിന്ന് ലക്ഷങ്ങളുടെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഈ ടൂൾസ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും. സോ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ബിസിനസ്. ഇവിടെ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. പക്ഷെ ഇതേ സ്റ്റെപ്പുകൾ നിങ്ങൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇരുന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ യു ക്യാൻ സീ ദ മാജിക്. ഹ്യൂജ് മൊമെന്റം നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ബിക്കോസ് ഇറ്റ്സ് വെരി സിമ്പിൾ സ്റ്റെപ്സ്. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. പക്ഷെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി ഡീൽ ചെയ്യാൻ തുടങ്ങുന്ന, സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ടീമിൽ കൂടുതൽ പേര് ആക്റ്റീവ് ആവും നിങ്ങൾക്ക് കാണാം. ഇത് ഒരു ആധാർ കളക്ഷൻ ബിസിനസ് അല്ല. നിങ്ങൾ കുറെ പേരുടെ ആധാർ നമ്പർ കളക്ട് ചെയ്ത് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ബിസിനസ് മോഡൽ അല്ല. ദിസ് ഈസ് എ ബിസിനസ് വെർ ലീഡർഷിപ്പ് ഷുഡ് ബി ക്രിയേറ്റഡ്. നിങ്ങളൊരു ലീഡറായിട്ട് മാറുകയും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ ഡ്രീംസ് ഐഡന്റിഫൈ ചെയ്ത് അവരൊരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് റിയൽ ബിസിനസ്. അവരുടെ ഡ്രീംസ് മനസ്സിലാക്കി കൊണ്ടുവരുന്ന പ്രൊസീജിയറാണ് ഞാൻ ഈ സംസാരിച്ചത്. ഈ ഡ്രീം എക്സസൈസ് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ, നിങ്ങളെ സംബന്ധിച്ചുള്ള ഈ ബിസിനസ് ചെയ്യുക ഈസ് സിമ്പിൾ. ഇതിലിപ്പോൾ എന്താ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ജോയിനിങ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് പോലും കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എവിടെ പോയാലും ഈ ബിസിനസ് ശരിയായ രീതിയിൽ നോക്കിയാൽ മതി. ബസ്സിൽ ട്രാവൽ ചെയ്താൽ ബിസിനസ് വരും. എവിടെ ട്രാവൽ ചെയ്താലും ഓട്ടോമാറ്റിക് ആൾക്കാർ കണക്ട് ആവുന്ന കാണാം. സോ ബിലീവ് മീ, ഫോളോ ദി സ്റ്റെപ്സ്. ഈ ഡ്രീം എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടുന്ന് നിങ്ങളുടെ ബിസിനസിനെ ഹ്യൂജ് ടേക്ക് ഓവറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റെപ്പുകളാണ്. വിഷ് യു ആൾ ദ ബെസ്റ്റ് ആൻഡ് വിഷ് യു ഹ്യൂജ് ബിസിനസ്. ഗോ ക്രൗൺ 2024. വിഷ് യു ആൾ ദ ബെസ്റ്റ് ആൻഡ് ബാക്ക് ടു ഹോസ്റ്റ്. യെസ്, താങ്ക് യു സുധീർ സാർ. എന്തായാലും ഇന്ന് നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആണ് സുധീർ സാറിന് നമുക്ക് കിട്ടിയുള്ളത്. കാരണം ഈ ബിസിനസ്സിൽ നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിനെ എങ്ങനെ കാണണം, അവരുടെ നീഡ് നമ്മൾ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്ന, നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിൽ അനുഭവപ്പെട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വളരെ സിമ്പിളാക്കി എങ്ങനെ നമുക്ക് ചെയ്യാം, ഒരു പ്രോസ്പെക്റ്റിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഷെയർ ചെയ്യാം എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സുധീഷ് സാർ ഇന്ന് നമുക്ക് വ്യക്തമാക്കി തന്നു. അതിനുള്ള താങ്ക്സ് നമുക്ക് എല്ലാവർക്കും സുധീഷ് സാറിനെ അറിയിക്കാം. താങ്ക് യു സുധീഷ് സാർ. നമുക്ക് ഇനി നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് ഈ സ്റ്റെപ്പുകൾ, കാരണം സുധീഷ് സാറ് എങ്ങനെ ഡ്രീം എക്സസൈസ് ചെയ്യണം എന്നുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് നമുക്കിന്ന് പറഞ്ഞു തന്നുള്ളത്. നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള പ്രവർത്തനത്തില് ഈ സ്റ്റെപ്പുകൾ ശരിയായ രീതിയിൽ നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനും അതിലൂടെ ഒരു ഹ്യൂജ് ബിസിനസ് കൊണ്ടുവരാനും നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ പെർ മന്ത് 1 ലക്ഷം രൂപ ഇൻകത്തിലൊക്കെ എത്താൻ എല്ലാവർക്കും സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും സുധീഷ് സാറിന് ഒരിക്കൽ കൂടി എല്ലാവരുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. വിഷ് യു വെൽ. നാളെ കൃത്യം 6 മണിക്ക് കാണാം. വെൽ, താങ്ക് യു. വിഷ് യു വെൽ.